നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. അർത്ഥവത്തായ അന്വേഷണത്തിൻ്റെയും അനാവരണത്തിൻ്റെയും JB ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ ഇന്ന് പുതുമയുള്ള വിഭിന്നമായ ഒരു മുഖമാണ് നിങ്ങളുടെ അതിഥിയായി എത്തുന്നത്. സാഹിത്യത്തിൽ പുതിയ അനുഭൂതി സൃഷ്ടിച്ച, ജീവിതം കൊണ്ട് അമ്മാനമാടുന്ന നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞിക്ക പുനത്തിൽ കുഞ്ഞബ്ദുള്ള. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. വേണ്ട കുഞ്ഞിക്ക, ഇത് നമ്മൾ രണ്ടാം വട്ടമാണ് ഇതുപോലുള്ള ഒരു പരിപാടിയിൽ വരുന്നത്. അതെ, എനിക്ക് സന്തോഷമാണ്. ബർട്ടാസ് എന്നെ വിളിക്കുമ്പോഴേ 2 വർഷമായി വിളിച്ചിട്ട്. 2 വർഷമായില്ലേ? 2 വർഷം മുമ്പ് നമ്മൾ സമഗ്രമായൊരു അഭിമുഖം ചെയ്തു. വീണ്ടും അതെനിക്ക് വലിയ മൈലേജ് തന്നു. ആ അഭിമുഖം മൈലേജ് മാത്രമേ കിട്ടിയുള്ളൂ, അത് വേറെ മറ്റു പലതും കിട്ടിയ? ഇല്ല, അത് മറ്റു പലതും ഞാൻ പറയില്ലല്ലോ, സ്വകാര്യ തന്നെ. ആ അഭിമുഖം കൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ? ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നഷ്ടം എന്തെങ്കിലും ഉണ്ടായോ? ഇല്ലല്ലോ, ഒരു നഷ്ടമില്ല. ഇല്ല. ഭാര്യ എങ്ങനെ എടുത്ത അഭിമുഖം? ഭാര്യമാരെ 30 വർഷം ഭാര്യ എടുത്ത് ജീവിച്ചല്ലേ. 30 വർഷം കെട്ടിപ്പിടിച്ച് കിടന്നാണ്. ആരെ? ഭാര്യ മാത്രമല്ലല്ലോ. അല്ലല്ല, പിന്നെ ഒരു സ്ത്രീയെ 30 years നമ്മൾ കീപ്പ് ചെയ്യുക, ഒപ്പന നിർത്തുക. പിന്നെ അവർക്ക് എന്നെ മടുത്തപ്പോൾ അവള് പോയി. അല്ലാതെ അഭിമുഖം കണ്ടുപോയതല്ല. അഭിമുഖം പലപ്പോഴും വരുന്നപ്പോൾ എല്ലാം അതിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഭാര്യ പോയപ്പോൾ ഒരുപാട് ഭാര്യമാർ ജീവിതത്തിലേക്ക് വന്നു പിന്നീട്. അതല്ലേ ഇപ്പം അത് എല്ലാവരുടെ ജീവിതത്തിലും വരില്ലേ. ലെനിൻ്റെ ജീവിതത്തിൽ വന്നിരുന്നു. അപ്പം ലെനിന് ചെയ്യാമെങ്കിൽ പുനത്തിൽ കുഞ്ഞത്തുള്ളിലേക്ക് ചെയ്തുകൂടെ? ഇല്ല, അങ്ങനെയല്ല, അതല്ലേ പറഞ്ഞത്. വലിയൊരാളെ പറ്റി പറഞ്ഞാൽ കുറച്ച് ഇത് കിട്ടുമല്ലോ, കുറച്ച്. അപ്പം കുഞ്ഞിക്ക, നമ്മൾ 2 വർഷക്കാലം നമ്മളൊരു അഭിമുഖത്തിൽ പിന്നീട് സന്ധിച്ചിട്ടില്ല. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. വലിയ മാറ്റമൊന്നുമില്ല, പക്ഷേ ഒരു മാറ്റം കുഞ്ഞിക്കയ്ക്ക് സംഭവിച്ചു എന്ന് കുഞ്ഞിക്കയുടെ അഭ്യുദയകാംക്ഷികൾ പറയുന്നു. ആ മാറ്റം അവർ പറയുന്ന പ്രകാരം കുഞ്ഞിക്ക കുറച്ചും കൂടി പക്വതയുള്ള എഴുത്തുകാരനായി മാറി. എഴുത്തിൻ്റെ ഗൗരവം വർദ്ധിച്ചു. ഒരുപക്ഷെ അല്പം പ്രായം കൂടിയപ്പോൾ കുട്ടിക്കളിയൊക്കെ അവസാനിപ്പിച്ച് എഴുത്തിലേക്ക് കുറച്ചും കൂടി ആഴ്ന്നിറങ്ങിയത് കൊണ്ടായിരിക്കാമോ? അല്ല, അങ്ങനെയല്ല. എൻ്റെ പ്രിയപ്പെട്ട ബ്രിട്ടാസ്, ഞാൻ ചെറുപ്പം തൊട്ടേ എഴുത്തുകാരനാണ്. ചെറിയൊരു 13 വയസ്സ് തൊട്ട് എഴുതുന്നതാണ്. അപ്പോൾ എന്നും എൻ്റെ ആഗ്രഹം എഴുത്തുകാരനാവാന്നുള്ളതാണ്. എന്നും തന്നെ ഞാൻ എഴുത്തുകാരനായി. പിന്നെ കുറേ പഠിച്ചു, സയൻസ് പഠിച്ചു, മെഡിസിൻ പഠിച്ചു, പീഡിയാട്രിക്സ് പഠിച്ചു. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് കുരുത്തക്കേട് ചെയ്തു. ഒരുപാട് കുരുത്തക്കേട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ബേസിക്കലി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു എഴുത്തുകാരാണെന്നൊരാഗ്രഹമാണ്. അപ്പോൾ അതെപ്പോഴും ഉണ്ട്. അത് എത്രമാത്രം ഞാൻ എഴുത്തുകാരനായതിൽ എനിക്കറിയില്ല. കുഞ്ഞിക്കയുടെ തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഒരുപക്ഷെ ഒരു ബഷീറിൻ്റെ തലത്തിലൊന്നും പുനത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ പോലും അതിലേക്ക് എത്താനുള്ള ഒരു ഗൗരവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന്. ഞാൻ പറഞ്ഞതല്ല, ഒരുപക്ഷെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് കളവാണെന്ന് വിചാരിച്ചിട്ട് അത് വിശ്വസിക്കാതിരിക്കേണ്ട. ഞാൻ ആ സുഹൃത്തിനെ വേണമെങ്കിൽ അവതരിപ്പിക്കാം. ഇതാ: പ്രിയപ്പെട്ട ഡോക്ടറെ, അങ്ങ് കുഞ്ഞബ്ദുള്ളയല്ല, ഒരു വലിയ അബ്ദുള്ളയാണെന്ന് ബഷീർ പലപ്പോഴും പറഞ്ഞത് ഞാനിന്ന് ഓർക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന എഴുത്തുകാരിൽ ഏറ്റവും വലിയ ജീനിയസായ എഴുത്തുകാരൻ അങ്ങാണെന്ന് ഞാൻ പറയുന്നതിൽ അങ്ങ് യോജിക്കുന്നുണ്ട്. താങ്കളുടെ സുഹൃത്താണ്. അല്ലാതെ എനിക്കത് യോജിക്കാൻ പറ്റില്ല. താങ്കൾ ജീനിയസ് അല്ല. ഞാൻ ജീനിയസ് ആണെങ്കിൽ ഞാൻ എവിടെ എത്തണ്ടായിരുന്നു? ജീനിയസ് എന്ന് പറയും. ജീനിയസിനൊരു നമുക്കൊരു അതൊരു മാർജിനില്ല ജീനിയസിന്. ജീനിയസാണെങ്കിൽ നമ്മൾ എവിടെ എത്തണം? ഇപ്പോൾ ബ്രിട്ടാസ് ജീനിയസാണെന്ന് പലരും പറയും. ഓരോ അവരവൻ്റെ ഫീൽഡിൽ ഏറ്റവും ഉയർന്നു കഴിഞ്ഞാൽ ജീനിയസ് ആണെന്ന് പറയും. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് ഞാൻ ജീനിയസ് ആണെന്ന് പറഞ്ഞു. ജീനിയസ് ആണെങ്കിൽ എല്ലാ ഫീൽഡിലും നമ്മൾ 6th സെൻസ് വരെ നമ്മൾ ഫുൾഫിൽ ചെയ്യണം. 6 സെൻസുകളും ഫുൾഫിൽ ചെയ്യാൻ മാത്രമേ നമുക്ക് ജീനിയസ് ആണെന്ന് പറയാം. പക്ഷേ കുഞ്ഞിക്ക് ഇപ്പോൾ വെല്ലിക്കയായെന്നാണ് പുള്ളി പറഞ്ഞത്. എൻ്റെ ഹൈറ്റ് 5'3" ഉള്ളൂ. ഇനി 5'5" ആവണം, എന്നാൽ വലിയ അബ്ദുള്ളയാവും. അല്ല, ഒരുപക്ഷെ കുഞ്ഞിക്ക അറിയാതെ കുഞ്ഞിക്കയുടെ ആസ്വാദകർ, വായനക്കാർ കുഞ്ഞിക്കയിൽ ഒരു രാസപരിണാമം
എഴുത്തിൻ്റെ ഒരു രസതന്ത്രത്തിൽ ഒരു മാറ്റം കാണുന്നുണ്ടാകാം കുഞ്ഞിക്ക? ഉണ്ടാവണം. അത് ഒരുപക്ഷെ താങ്കൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയിട്ടുണ്ടാവില്ല. താങ്കളിങ്ങനെ വല്ലാതെ ആഹ്ലാദിച്ച് ജീവിതം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എഴുത്തിനൊരു മൂർച്ച വർദ്ധിച്ചു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അല്ല, അതിനൊരു കാരണം, ഞാൻ തനിച്ച് താമസിക്കുകയാണ്. ഒരു തനിച്ച് താമസിക്കുകയാണോ? തനിച്ച് താമസിക്കുകയാണ് ഒരു വീട്ടിൽ. സത്യം തനിച്ച് 2000 അങ്ങനെയല്ലോ ബ്രിട്ടാസ് ഒന്ന് കേൾക്കാൻ പറയുന്നത്. അറ്റാക്ക് ചെയ്യല്ലേ ഇങ്ങോട്ടേക്ക്. ബ്രിട്ടാസ് അറ്റാക്ക് ചെയ്യുന്ന ആളാണ്. അതാ ശരി, ഞാൻ കേൾക്കാം. പക്ഷെ നുണ പറയരുത്. ഇത് നുണയെ പറയൂ ഞാൻ. പക്ഷെ ആ നുണയിലൊക്കെ സത്യം തന്നെയായിരിക്കും. 8, 9, 10, 4-5 വർഷമായിട്ട് ഞാൻ തനിച്ച് താമസിക്കാം ഒരു ഫ്ലാറ്റിൽ. എന്തുമാത്രം സുഖമെന്നറിയോ ബ്രിട്ടാസേ, തനിച്ച് താമസിക്കുക, എലോൺ, ഏകാന്ത ജീവിതം. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കൾക്ക് മനസ്സിൻ്റെ ഏകാഗ്രത കുറച്ചുകൂടി വർദ്ധിച്ചു. പണ്ട് വളരെ ചഞ്ചലമായിക്കൊണ്ടിരുന്ന മനസ്സ് കുറച്ചും കൂടി ഏകാഗ്രമായി തുടങ്ങി. അതിൻ്റെ ഭാഗമായി എഴുത്തിൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഈ ഏകാന്തത കൊണ്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന എഴുത്തിൻ്റെ മാറ്റങ്ങളിൽ, എഴുത്തിൻ്റെ രീതിയിൽ മാറ്റങ്ങൾ വരണം. പക്ഷെ ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. എനിക്ക് വലിയ ദുഃഖം ഉണ്ടായില്ല, ഭയങ്കര ദുഃഖമുണ്ട്. ആഗ്രഹിക്കുന്നതനുസരിച്ച് മാറുന്നില്ല, ആഗ്രഹിക്കുന്ന തരത്തിൽ മാറുന്നില്ല. പഴയ കാലത്തൊക്കെ ആഗ്രഹിക്കാതെ തന്നെ നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു എഴുത്തിലൊക്കെ. ഇന്ന് ഞാൻ വിചാരിച്ച മാതിരിയല്ല, നന്നായിട്ട് എഴുതാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടിങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന മാതിരി നന്നായിട്ട് എഴുതാൻ പറ്റുന്നില്ല. ഞാൻ ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, വീട്ടിലാരും വരുന്നില്ല, ഏകാന്തമായ ജീവിതം, എന്നിട്ടും എഴുത്ത് നന്നാവുന്നില്ല. അതെനിക്ക് വലിയ ദുഃഖമാണ്. ഈ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത കുഞ്ഞിക്ക ആഗ്രഹിച്ചൊരു ഏകാന്തതയാണോ, അതെയോ പ്രായം കുഞ്ഞിക്കായ്ക്ക് സമ്മാനിച്ച ഏകാന്തതയാണോ? പ്രായം എനിക്കൊന്നും സമ്മാനിക്കാം. ഞാൻ ഇന്നും 18 വയസ്സുള്ള ഒരു യുവാവാണ്. ഇപ്പം തന്നെ നോക്ക്, ഇതാ കുട്ടികളൊക്കെ നോക്കട്ടെ. ഇപ്പം തന്നെ എല്ലാവരും പറയൂ. അല്ല, 18 താങ്കളുടെ കയ്യിലിരിപ്പ് 18 വയസ്സുകാരൻ്റെ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. തർക്കമൊന്നുമില്ല, സത്യമാണ്. എനിക്കറിയാം. മൈ ബ്രിട്ടാസ് സത്യമാണത്. നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് എന്നെ എപ്പോഴും ഇങ്ങനെ കുഴക്കണം. ഞാൻ ഒരിക്കലും അയ്യോ കുഞ്ഞിക്ക, ഞാൻ കുഞ്ഞിക്കയ്ക്ക് കോംപ്ലിമെൻ്റ് തരികയാണ്. എന്താ കാരണം വെച്ചാൽ ഒരു 18 വയസ്സുകാരൻ്റെ ആ വീറും വാശിയും ഊഷ്മളതയും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ബാന്ധവത്തിലാണ് കുഞ്ഞിക്ക വിശ്വസിക്കുന്നത്, അല്ലേ? അതെ. അപ്പോൾ എന്നോട് വൈഫൊക്കെ പറയും, നിങ്ങളെന്തിനാ ഈ ജീൻസൊക്കെ ഇട്ട് നടക്കുന്നത്, ഷൂസ്, ബെൽറ്റ്, അതൊന്നും ഞാൻ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ഗേൾ ഫ്രണ്ട് പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ മേടിച്ചിട്ടത്? അതെ അതെ അതെ. എനിക്കറിയാതെ അതാ കുട്ടി പറഞ്ഞിരുന്നു എന്നോട്. ഞാൻ പറഞ്ഞ പ്രകാരമാണ് ഇപ്പൊ കുഞ്ഞിക്ക വസ്ത്രാനത്തിൽ മാറ്റം വരുത്തിയത്. എനിക്കത് നല്ല അതെ അതെ. അപ്പം ഓരോ ഗേൾ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ജീവിതശൈലിയിലും വസ്ത്രാനത്തിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അന്ന് ബ്രിട്ടാസ് ഉണ്ട് പറഞ്ഞു, കുഞ്ഞിക്ക നിങ്ങൾ എന്നും ജീൻസ് ഇടണം, നിങ്ങൾ ജീൻസ് ഇടണം. ഞാനല്ല പറഞ്ഞത്, ഞാൻ കുഞ്ഞിക്കയുടെ കൂടെ കണ്ടിട്ടുള്ള ആ സ്ത്രീ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് കുഞ്ഞിക്ക. നമ്മൾ അധികം പറഞ്ഞ് നമ്മുടെ രഹസ്യമൊന്നും പുറത്തു പറയണ്ട. അപ്പോൾ എഴുത്തിൽ ഒരു ഖനം വരുത്താൻ വേണ്ടി കുഞ്ഞിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും പണ്ട് അനർഗളമായി എഴുതിയിരുന്നത് പോലെ ഇന്ന് എഴുതാൻ പറ്റുന്നില്ല. പേടി ഭയമുണ്ട് എഴുതാനിപ്പോഴ്. അങ്ങനെ എഴുത്ത് നന്നാവണം. കാരണം അന്ന് കുട്ടിക്കാലത്തൊന്നും അതിനെപ്പറ്റി ഒരു ഭയമില്ലായിരുന്നു. ഇന്ന് പേടിയുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് വായനക്കാരൻ, സമൂഹം, കുടുംബം, ഭാര്യ, ഇവരൊക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും ഞാൻ ഇവർ ഭയപ്പെടാതെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിക്ക എന്ന് പറയുന്ന കേരളം ഇഷ്ടപ്പെടുന്നൊരു സാഹിത്യകാരൻ ഇന്ന് ഭയത്തിൻ്റെ ചുഴിയിലാണ്. ഭാര്യ, സമൂഹം, വായനക്കാർ, ബന്ധുക്കൾ, മക്കൾ, മറ്റെഴുത്തുകാർ, ഇവരെല്ലാം കൂടി കുഞ്ഞിക്കയെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഭയപ്പാടിൽ സർഗസൃഷ്ടിക്ക് ഒരുപാട് വിഘാതം സംഭവിക്കുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. എൻ്റെ അമ്മേ, ഒരിക്കലും ഇങ്ങനെ ഏത് രൂപത്തിലേക്ക് കുഞ്ഞിക്ക മാറുകയാണ്? ഒരിക്കലും ഇല്ല. എനിക്ക് ഭയം ഉണ്ടെങ്കിലും ഭയത്തെ നേരിടാൻ വേണ്ടിയാണ്, ഭയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്. ഈ ഭയം പക്ഷെ പണ്ടുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, അന്ന് എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, ഹെൽത്ത് ഉണ്ടായിരുന്നു. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബ്രിട്ടാസ്, ഈ എഴുത്തിന് എന്താണ് സർഗാത്മകത ശരീരത്തിൻ്റെ എനർജിയാണ്. ശരീരത്തിൻ്റെ എനർജി കുറഞ്ഞു വരുമ്പോൾ സർഗാത്മകത കുറയും. ക്രിയേറ്റിവിറ്റി ഈസ് ഈക്വൽ ടു എനർജി. ഭയത്തെ അതിജീവിക്കാൻ വേണ്ടി കുഞ്ഞിക്ക ശ്രമിക്കുന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ഈ അതിജീവനം, ഇപ്പം ഞാൻ മീറ്റും ഫിഷും ഒക്കെ ഒഴിവാക്കി. മാംസം ഒഴിവാക്കി. ഇത്രയും 8 വർഷമായിട്ട് വെജിറ്റബിൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. വെജിറ്റബിൾ മാത്രം. അത് വെജിറ്റബിൾ കഴിയുന്നതും പച്ചയായിട്ട് കഴിക്കും. ഇപ്പോൾ ആപ്പിളാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ പച്ചയായിട്ട് കഴിക്കും. അല്ലെങ്കിൽ കോവക്ക
പിന്നെ കഴിക്കും വെണ്ട. ആ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോവയ്ക്കാണ്. ഡ്രൈ ഫ്രൂട്ട്സ് അതല്ല, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കും. ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചേ കഴിക്കാൻ പറ്റൂ. കാരണം ഒരു 10 ഗ്രാം ഒരു 100 ഗ്രാം വെജിറ്റബിൾ കഴിക്കുന്നതിന് അത് ഈക്വലാണ് 10 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ നമ്മൾ ഒരു 5 ഈത്തപ്പഴം, അല്ലെങ്കിൽ കുറച്ച് പിന്നെ അണ്ടിപ്പരിപ്പ്, അല്ലെങ്കിൽ കുറച്ച് കാഷ്യൂ. അത് പക്ഷേ ഈ പ്രായത്തിൽ അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴമൊക്കെ നിർത്തേണ്ട സമയമായിരിക്കും. ഇല്ല സമയം ഞാൻ എന്ന് തിന്നുകൊണ്ടിരിക്കേണ്ടത്. എന്തിനാ അത് നമ്മൾ ഓൾഡ് ഏജിൽ കഴിക്കേണ്ടത്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനിടയിൽ മദ്യം കഴിക്കുന്നത് നിർത്തിയോ? മദ്യം ഇസ് മൈ ഫുഡാണ്, എൻ്റെ അത് ഭക്ഷണമാണിത്. 40 വർഷമായിട്ട് ഞാൻ വളരെ ചെറിയ തോതിൽ കഴിക്കുന്നത് മദ്യം. മദ്യം അവസാനിപ്പിക്കില്ല? അത് ഞാൻ അവസാനിച്ചു പോയില്ലേ. മദ്യം വളരെ കുറച്ചേ കഴിക്കും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ നമ്മൾ ഇപ്പോൾ ഒരുപാട് പത്രങ്ങളിലും ആഴ്ചപ്പത്തിലൊക്കെ മദ്യം കഴിച്ചിട്ട് വീട്ടിൽ ചണ്ട. എൻ്റെ വീട്ടിൽ ഞാൻ അന്ന് എൻ്റെ നല്ല കാലത്ത് പോലും വീട്ടിലെത്തുമ്പോൾ വൈഫ് ഞാൻ എത്തുമ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ രാവിലെ 8 മണിക്ക് പോയിട്ട് വൈകിട്ട് 8 മണിക്കാണ്. രാവിലെ 8 മണിക്ക് പോയിട്ട് ആശുപത്രി ജോലി ചെയ്തിട്ട് രാത്രി 8 മണിക്ക് എത്താം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് പുള്ളിക്കാരാദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ കഴുകി വെച്ചു എൻ്റെ കുപ്പി സാധനമൊക്കെ വെച്ചിട്ട് വേഗം കഴിച്ചോന്ന് പറയും. അതെന്താ കാരണം അറിയോ? ഈ മൂശാട്ട സ്വഭാവം കുഞ്ഞിക്കായ്ക്ക് മാറി കിട്ടണമെങ്കിൽ 2 അടിക്കണം. അതെ, അതാണ് അതാണ് ശരി. അതാണ്. അല്ല, അതുകൊണ്ട് എന്താ പറയുക, അത് 40 വർഷമായിട്ട് അത് ഞാൻ ഒരിക്കലും അമിതമായിട്ട് ഉപയോഗിക്കാറില്ല. മീറ്റ് ഒഴിവാക്കിയാലും മത്സ്യം ഒഴിവാക്കിയാലും മദ്യം ഒഴിവാക്കുന്ന പ്രശ്നമില്ല. ഇല്ല, മദ്യം ഒഴിവാക്കുന്നതല്ല, അതിന് അനിവാര്യമായതുകൊണ്ടല്ല. ഇറ്റ് ഈസ് മൈ ഫ്രണ്ട്, ഹി ഈസ് മൈ ഫ്രണ്ട്, ഷീ ഈസ് മൈ ഫ്രണ്ട്. ലിക്കർ ഈസ് എ ഷീ. അപ്പോൾ ഒരു സ്ത്രീയെ കാണുന്ന സ്ത്രീയോടുള്ള ഒരു പ്രണയ പരവേശതയാണ് കുപ്പി തന്നെ. അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ കുപ്പി നല്ലേ? ചില കുപ്പികളുടെ കനല്ലേ, ചില കുപ്പികളുടെ ആകൃതി അങ്ങനെയല്ലേ. മക്കളൊക്കെ കഴിക്കാൻ ഞാൻ പറഞ്ഞു, എൻ്റെ പറഞ്ഞിട്ടുണ്ട്, എന്നും ഡ്രിങ്ക്സ് കഴിക്കണമെങ്കിൽ നിന്നെങ്കിൽ ഫസ്റ്റ് പെഗ് എൻ്റെ കൂടെ കഴിക്കണം. 2 പേര് എൻ്റെ കൂടെ കഴിച്ചത്. അവരൊക്കെ 10 പ്രായമായ കുട്ടികളാണ്. പിള്ളേരെ വഷളാക്കല്ല, നമ്മളവരൊക്കെ അതിന് ഫ്രീഡം കൊടുത്ത് അവർ കഴിക്കില്ല അധികം. ഒളിച്ച് കഴിക്കുമ്പോഴാണ് ഒളിച്ച് കഴിക്കുക. എന്തിനാണിത്? കുട്ടികൾ കഴിക്കോ കഴിക്കാതിരിക്കോ എന്ത് ചെയ്തോട്ടെ. കുഞ്ഞിക്ക ഒരു കാര്യം പറഞ്ഞു. കുഞ്ഞിക്കയുടെ ഇപ്പോൾ കുഞ്ഞിക്ക് ഇന്ന് വയസ്സ് 73 കഴിഞ്ഞു. 73 കഴിഞ്ഞ് 74ലേക്ക് പ്രവേശിച്ചു. ജാതകപ്രകാരം 86 മരണത്തിന്റെ വർഷം. കുഞ്ഞിക്കയുടെ ജാതകപ്രകാരം 86. അപ്പൊ ഇനി എത്ര വർഷമുണ്ട്? 13 വർഷം എന്നെ സഹിക്കണം. 13 വർഷമുണ്ട്. 13 വർഷം എന്നെ സഹിക്കണം. 13 വർഷം താങ്കളെ സഹിക്കണം. നിങ്ങൾ സഹിക്കണം, ഞാൻ സഹിക്കണം. പക്ഷെ അത് സഹിക്കാൻ ഭാര്യ തയ്യാറായില്ല. ഭാര്യ അതിന് മുമ്പ് പോയി, നേരത്തെ പോയി.